ആ ഭക്തിയുള്ള ആളുകളോട് എത്രയാണ് സ്നേഹം എന്ന് പറയുക, ആശ്രിത വാത്സല്യം അതിൻ്റെ 10 മടങ്ങ് എന്ന് വെച്ചാൽ ഇരട്ടിക്ക് ഇരട്ടിയെന്നോട് പറയാനേ അത്രയും ആ ജഗദംബികയായിട്ട് ലോകമാതാവ് ശ്രീപാർവതി തന്നെ സേവിക്കുന്ന സകല ഭക്തന്മാർക്കും ഭക്തകൾക്കും സകലാഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യാൻ സന്നദ്ധയായിട്ട് എഴുന്നള്ളിരിക്കുക. അപ്പം ശക്തി ഉണ്ടെങ്കിൽ അവിടെ ശിവനുണ്ട്, ശിവൻ ഉണ്ടെങ്കിൽ അവിടെ ശക്തിയുണ്ട്, രണ്ടും ഒരുമിച്ച് തന്നെയാണല്ലോ. അപ്പോൾ ഭഗവാൻ ശ്രീപരമേശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാരദാദികളായിട്ട് മഹിഷമാരായിട്ട് ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്രഗോപികളും കോപമുള്ള ഭർത്താക്കന്മാരാകുമ്പോൾ ചില ആളുകൾ അത് ഒന്ന് പറഞ്ഞിട്ടോ അദ്ദേഹത്തിനോട്, ഞാൻ പറഞ്ഞു വെച്ച കാര്യം ഒന്ന് നേരാക്കാൻ, ഞാൻ പറഞ്ഞാൽ കേൾക്കും തോന്നുന്നില്ല, ശുദ്ധിയുള്ള കാര്യം ആരെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കണ്ടോ ദാഹമുണ്ട്, അതെ ഇപ്പോഴും വെള്ളം കയറിൽ മാത്രം മരിച്ചു, ഞാൻ വെള്ളം ചോദിച്ചതിനാണോ, അതെ എപ്പോഴും ഇവിടത്തേക്ക് ചുണ്ടിയെടുക്കലാണ്, എന്താ ഒന്ന് പ്രത്യേകിച്ച് നിന്റെ നിൽക്കൽ എന്നാട് വന്നിരുന്നു എന്നിട്ട് അത് എന്നോട് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അത് ശരിയാക്കാതെ പറഞ്ഞു. അതും ശരിയാക്കാൻ പറ്റാത്ത അതല്ലേ പറഞ്ഞത്, ഞാൻ പറയുകൊണ്ടല്ലേ ഞാൻ ആ വാക്ക് കൊടുക്കൊണ്ടാണ് അങ്ങനെ അബദ്ധം പറ്റിയേ, ഇത്തിരി കഷ്ടം പറഞ്ഞു. അവസാനം ഭാര്യ പറഞ്ഞു കേൾക്കാണ്ടി വയ്യ, കേൾക്കാണ്ടിരിക്കാനും വയ്യ, ഭക്തവത്സര ദേവനേക്കാൾ ദേവിക്കാണല്ലോ കൂടെ. അടുത്ത് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വരുമ്പോൾ പിടുത്തോ കടിക്കുകയോ മാന്ത് ചവിട്ട് ഉണ്ടാവും. ആ ഒരു പേടി മനസ്സിലുണ്ടായിക്കൊണ്ട് ഈശ്വരനെ സേവിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ശ്രദ്ധ മുഴുവൻ പേടി ഭാഗത്തേക്കാവും, ഭഗവാനിലാവില്ല. അതുകൊണ്ട് എന്താണെന്നുള്ള ശബ്ദ പ്രത്യേകിച്ച് കൈലാസം എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കണം നിഗൂഢമായിട്ടുള്ള പ്രദേശമാണല്ലോ. ഇപ്പോൾ ഒരു മേവാകിലെ മതില് 1000 തൂണ്, ശ്രീ കൈലാസ പാഠനങ്ങളാകിയ ചൈത്യപ്രാസാദങ്ങൾ, നെടുക്കീടുകൾ, ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിച്ച് 4 ഭാഗത്തും തീയിട്ട് മുകളിൽ അഗ്നിയേക്ക് സങ്കല്പിച്ച് പഞ്ചാഗ്നി മധ്യസ്ഥനായിക്കൊണ്ട് തപസ്സിന് ക്രൂരത വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ആ 4 ഭാഗത്തും ഈ മുകളിൽ ആദ്യത്തെ എന്തൊരു ചൂടാണ് ശരി, അതിൽ താൻ ഒറ്റയ്ക്ക, അങ്ങനെ വേറെ ആരും സഹായം ഇല്ലാതെ കൊണ്ട് സേവിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴും അതല്ല ശങ്കരന്റെ സതീശന്റെ പക്ഷക്കാരാണ്. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് ഇങ്ങോട്ട് പോകണമെന്ന് എവിടേക്കാ പോകണമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നോക്കുമ്പോ ഇതിന് പരിഹാരം ശരക്കോടായിട്ട് ആ ശരകാന്റൻ ജനാർദ്ദനും അഗ്രഭാഗം അഗ്നിയും കടഭാഗം വായുവായിട്ട് അങ്ങോട്ട് നേരെ ത്രിപുരന്മാരെ കൊല്ലാനായി കൊണ്ട് മഹാദേവൻ അങ്ങോട്ട് പുറപ്പെട്ടപ്പോ പ്രയാസം ഉണ്ടായില്ല. പാർവതി ഘടകഗ്രഹണത്തിങ്കൽ പ്രവീണനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടത്തെ കൈത്തലം ഇത്ര നിയമമാണ്. ശ്രീപാർവതി ദേവിയുടെ തലമുടി തലോടുന്ന വിഷയത്തിങ്കൽ സമർത്ഥനായിട്ടുള്ള ആ ഇടത്തെ കയ്യ്, സാമർഥ്യം ഇടത്തെ കയ്യ്, അങ്ങനെ കയ്യിലുള്ള ആ അദ്ദേഹത്തിന്റെ പിരാഗതനുസരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധികം പ്രയാസം ഉണ്ടായില്ല. അവിടെ ഈ 3:45 നേരം കഴിഞ്ഞ് അവർ പോയിരിക്കണു. 1000 സംവത്സരം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരെ അങ്ങനെ ഒരു നിൽപ്പാണ്. ആ ഒരു ശരം കൊണ്ട് 1000 സംവത്സരം അവസാനിച്ചപ്പോ അവർ വന്നപ്പോ ഒരു ശരം കൊണ്ട് അസുരഗണത്തെയും ത്രിപുരന്മാരെയും അവരുടെ ഭവനത്തെയും ഭക്തോത്തമന്മാരായിട്ടുള്ള അവർക്ക് താൻ കൊടുത്തു. തന്നെയാണ് ഞാൻ സർവം സ അഹം, ഈ കാണുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ അഹം ശിവ, ഞാനാണ് ശിവൻ, വേറൊന്നുമില്ലോ, ശിവനല്ലാണല്ലോ, ഒന്നുമില്ല. അങ്ങനെയുള്ള ഉറപ്പോട് കൂടിയിട്ട് സ്വീകരിച്ച് നിയോഗിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സങ്ങനെ നിയന്ത്രിക്കാൻ ശരിക്കും ഭഗവാൻ പ്രത്യക്ഷമായല്ല, തൻ്റെ മനസ്സിൻ്റെ വൈപരീത്യാണ്. ഇന്ദ്രിയങ്ങളെ ജയിക്കണം, അതെല്ലാവർക്കും പറ്റില്ല. ചക്ഷുന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, തുകേന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം, ഈ 5 ഇന്ദ്രിയങ്ങൾക്കും എപ്പോഴും സഞ്ചാരയോഗ്യമാണ്. ഇപ്പം എവിടേക്കൊക്കെ പോകുന്നത് ശരിയാ, ആ വേഗത വർണ്ണിക്കാനും വയ്യ. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ളത് സാധാരണ അറിയാത്തവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ കുതിരകൾക്കെന്നാണ് പറയുക, കുതിരവേഗം എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ടേ വേറൊരു വേഗമുള്ളൂ. ഇത് കുതിരവേഗം പോലും അതിനേക്കാൾ വിചാരിക്കുമ്പോഴേക്കും ഉടക്കി ഉടച്ചാൽ മനസ്സ് പോലോ അത്രയും വേഗതയുള്ളതാണ്. അപ്പൊ കുതിരകളെ പോലെ ഉപമിക്കാൻ കാരണം അറിയാത്ത ആളുകൾക്ക് വേഗതയെക്കുറിച്ച് ഉപമിക്കാതൊക്കെ ഒരു ഉപമാനം ഉപയോഗിക്കാൻ കൊടുത്തു. എന്തായാലും ഉറപ്പിച്ചിട്ടുള്ള പോക്കാണ്. ഇനി വേറൊന്നിന് ഗുണമില്ല, ഇത് കഴിഞ്ഞിട്ടേ വേറൊന്നുള്ളതിനെ ഉറപ്പിച്ചിട്ട് കുറച്ച് ഇടയിപ്പോയി. സമയം തടഞ്ഞിട്ട് കുറെ വഴുകിയിട്ടല്ല, തിറങ്ങാൻ വഴുകിയാൽ കഴിയാനും വഴുകി തോന്നും. എന്നെ സംപൂജ്യരായ സഭാവാസികളെ, എൻ്റെ ഒരുമിച്ച് പിടിച്ച കലാമണ്ഡലം ഗോപാലകൃഷ്ണനും ബോംബെ ഗോപാലകൃഷ്ണൻ പറയും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വഴിയാണ് ഇന്നത്തെ നിർമ്മാണം എന്ന് പറഞ്ഞു. എന്നെ ക്ഷണിച്ചതിലും നേരെ കുറച്ച് വൈകി എന്നിരുന്നാലും പ്രശാന്തരമണീയമായി ഭക്തർഭരമായിട്ടുള്ള ഈ സായം സദ്യ ധന്യമാക്കി തീർത്ത എല്ലാവരോടും, പ്രത്യേകിച്ച് കമ്മിറ്റി ഭാരവാഹികളോടും തിരുമേനിമാരോടും ക്ഷേത്ര പ്രവൃത്തിക്കാരോടും നാട്ടുകാരോടും നന്ദി പറയുന്നതിൻ്റെ മുമ്പേ എൻ്റെ ടീച്ചറുണ്ട്, അംബിക ടീച്ചർ പറയാറുണ്ട്, എപ്പോഴും കോങ്ങാടുണ്ട്, ഈശ്വരനെ മക്കൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കാറുണ്ട് അച്ഛനമ്മമാർ. ഇപ്പം അങ്ങനെ പോരാ, മക്കൾക്ക് നല്ല ബുദ്ധി തോന്നിപ്പിക്കുമാറാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. ആ ടീച്ചർ പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഭാര്യമാർക്കും സഹോദരങ്ങൾക്കും സമാധാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി. ഒരു ദിവസം കൊണ്ട് കഴിയുന്നതല്ല കിരാതം, 10-12 ദിവസം ഒരുമിച്ച് വേണം.
ഈ ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ള കിരാതം ബ്രഹ്മതത്വത്തെ ആദ്യത്തെ ഒരൊറ്റ ശ്ലോകം മാത്രമാണ് എനിക്കിവിടെ അവതരിപ്പിക്കാൻ സമയമുണ്ടായുള്ളൂ. അതിനെ സാധിച്ചതിലും ദേവിയെ നമസ്കരിക്കുന്നു. ഗോപാലകൃഷ്ണന് നന്ദി പറയേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയാണ്. എല്ലാവർക്കും നന്ദി.